ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ രാവിലെ നമുക്കിന്ന് ചപ്പാത്തി കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റു. അപ്പം നമ്മൾക്കിന്ന് പാലക് ചപ്പാത്തി കിഴങ്ങ് കറി ഉണ്ടാക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ എല്ലാവരെയും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പാലക് ചീര ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കാം. നമ്മുടെ ഈ പാലക് ചീര ഇങ്ങനെ നിലത്ത് പറ്റിപ്പിടിച്ച് വളരുന്നതുകൊണ്ട് ഇതിനകത്ത് നല്ല മണ്ണിൻ്റെ അംശം കാണും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ആവശ്യത്തിനൊപ്പം പിന്നെ വെള്ളം ഒഴിച്ച് ഗോതമ്പ് പൊടി നല്ലതുപോലെ ചപ്പാത്തിക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ അടുപ്പും പാത്രത്തിൻ്റെ സൈഡ് വശത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളിയല്ല കേട്ടോ. ഇവിടത്തെ വെള്ളത്തിന് നല്ല കട്ടിയാണ്. വായിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും നല്ല പുളിഞ്ചോവയാണ് വെള്ളത്തിന്. അപ്പോൾ കട്ടി കൂടുതലായത് കാരണം ഇങ്ങനെ കട്ടി കൂടിയ വെള്ളം ചാടി ചാടി അതിങ്ങനെ ഒരു കറ പോലെ പിടിച്ചിരിക്കുന്നത് നമ്മൾ എന്തോരം തേച്ച് ഉരച്ച് കഴുകിയാലും പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് കറി ഉരുളക്കിഴങ്ങ് കറിയാണേ. അങ്ങനെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേസ്റ്റ് എടുക്കാനുള്ള വണ്ടി പുറത്ത് വന്നു കേട്ടോ. സ്വച്ഛ് ഭാരതിൻ്റെ വണ്ടി വരുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട്. നമ്മൾ താമസിക്കുന്ന 2ാം നിലയിലാണല്ലോ. അപ്പോൾ താഴെ ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കും. വലിയ ഒച്ചയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് കൊണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന്. ആൾ ചെറിയൊരു ഞരക്കവും മൂളിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ എണീറ്റ് വന്നു കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോയി കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു, ചൂടുവെള്ളമൊക്കെ കൊടുത്തു. നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. പക്ഷേ ചെറിയ വെയിലും ഉണ്ട്. കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. ഡോഡി 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 വേണ്ടേ? എന്നാ ശരി, എനിക്ക് കരയണ്ട. വേണ്ടെങ്കിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ മതി. ഡോഡി കൊച്ചു കണ്ടായിരുന്നോ സ്വച്ഛ് ഭാരതിന്റെ വണ്ടി? അത് കാണിച്ചു. എന്റെ ഫ്രണ്ട് വശം കാണിച്ചേ. കേസരി മിൽക്ക് മസാല. വിട്ടാലോന്നല്ല, മസാല. അത് അടച്ചു വെച്ചേ. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി എഴുന്നേറ്റ് വന്ന് ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് അതൊന്ന് കറിയാക്കി എടുത്തു. ചെറിയ രീതിയിൽ കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് മസാലയൊക്കെ ഇട്ട് മഞ്ഞ കളറിൽ നമ്മൾ കറിയാക്കില്ലേ, അതുപോലെ കറിയാക്കി എടുത്തു. അപ്പോഴത്തേക്കും ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദിവാങ്കുഞ്ഞിന് കുറച്ച് പാലൊക്കെ കുടിക്കാൻ കൊടുത്തേ. നമ്മുടെ ഡോഡിക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പം ഡോഡീനെ നോക്കാനായിട്ട് ഡോക്ടർ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. നമ്മൾ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കൂട്ടി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട്. പിന്നെ സൺഡേ വീട്ടിലിരുന്നാലും പെട്ടെന്ന് സമയം പോകുമെന്ന് അറിയില്ല. ഓരോരോ പണി ചെയ്ത് സമയം അങ്ങ് പോകും. പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഓറഞ്ച് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വട്ടത്തിൽ അരിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കുരുവൊക്കെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഞാനതിൻ്റെ തൊലി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. തൊലി എടുത്ത് നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് വല്ല ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉണക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ചെറിയ കഷ്ണം ഗ്രാമ്പൂവും കുറച്ച് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് അടിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ തൊണ്ടവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം പിന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്ത എൻ്റെ ഫോൺ താഴെ വീണ് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി നാശമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ ഇടാത്തത്. ചെടിയുടെ വീഡിയോ ഒക്കെ ഇടണമെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ ജ്യൂസൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തുണി അലക്കി വിരിച്ചിടണം. ഡോഡിയുടെ ഡോക്ടർ വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഡോഡിക്ക് ചെറിയ പനിയുണ്ട്, ആൾക്ക് നല്ല വിറയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് വൈകുന്നേരവും രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ്, പിന്നെ വൈകുന്നേരം ആയാലും നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ചെറിയ ജലദോഷമുണ്ട്, മൂക്കരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ തുണി അലക്കി വെച്ചിരിക്കുന്നത് ഒന്ന് വിരിച്ചിടണം. മെഷീനിലിട്ട് ഡ്രൈ ആയതാണ്, എന്നാലും കുറച്ച് വെയിൽ കൊണ്ടുമ്പോഴത്തേക്കും ഒന്ന് ഉണങ്ങി കിട്ടിക്കോളും. നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ ഇങ്ങനെ അഴ കെട്ടിയിട്ടിട്ട് ഇടുവാണ് കേട്ടോ. പിന്നെ ഇവിടെ വെള്ളത്തിന് കട്ടി കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. മുടി നമ്മൾ എണ്ണ തേച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞാലും മുടിക്ക് ഭയങ്കര കട്ടിയുള്ള പോലെ മുടി ഇങ്ങനെ പറന്ന് നിൽക്കും. അതുകൂടാതെ തന്നെ നല്ല പൊഴിച്ചിലുണ്ട് കേട്ടോ. പിന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ നിവാങ്കുഞ്ഞും ഞാനും കൂടെ തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ ഡോഡിയുടെ ഡോക്ടർ വന്ന് അവനെ ചെക്കപ്പൊക്കെ ചെയ്തു കേട്ടോ, മരുന്നൊക്കെ കൊടുത്തിട്ട് പോയി. പിന്നെ നമുക്കൊരു തോരൻ കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഞാനെപ്പോൾ കറി വെക്കാൻ തുടങ്ങിയാലും നിവാങ്കുഞ്ഞ് അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ ആൾ വന്ന് കറി വെക്കാൻ കൂടും കേട്ടോ. ഇപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ അടുത്ത് ഇടേണ്ടത് എന്നാന്നൊക്കെ എന്നോട് പറയും. അടുത്ത വെള്ളം ഒഴിക്കണം, മഞ്ഞൾപ്പൊടി ഇടണം, ഉപ്പിടണം, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വെണ്ടയ്ക്കാത്തോരനൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുളിക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ വൃത്തിയായിട്ടൊന്ന് വെച്ച് തലയൊന്ന് മസാജൊക്കെ ചെയ്ത് കുളിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ചീപ്പ് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, എന്തോരം മുടിയാണ് പോയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതുപോലെ മുടി ഒഴിച്ചിലാണ് കേട്ടോ. മുടി ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇങ്ങനെ പന്തം പോലെ നിൽക്കുവാണ്, മുടിക്ക് കട്ടി കൂടിയിട്ട് അതുപോലെ തന്നെ പൊഴിയുന്നുമുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് പൊഴിച്ചിൽ കുറവുണ്ട് എന്തായാലും. അപ്പോൾ ഇതാ ഇത്രയും മുടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ ചീകലിന് തന്നെ ഒരു കുടം മുടി നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തല കഴുകാനായിട്ട് ഫിൽറ്ററിൽ ഞാനിതുപോലെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൊണ്ടാണ് കേട്ടോ തല കഴുകുന്നത്. മറ്റേ നമ്മൾ ടാപ്പിൽ നേരിട്ട് വരുന്ന വെള്ളത്തിന് നല്ല കട്ടിയാണ്. അപ്പോൾ ഫിൽറ്ററിൽ ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് തല കഴുകാൻ അത് ഉപയോഗിക്കും. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം ഒരു ലിപ്സ്റ്റിക്കും ഒരു ലിപ് ബാമും മേടിച്ചായിരുന്നു. നമ്മുടെ മാമാർത്തിൻ്റെ ഒരു ലിപ് ബാമും പിന്നെ പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കുമാണ് വാങ്ങിയത്. ഇത് നല്ല ലിപ് ബാമാണ് കേട്ടോ, അത്യാവശ്യം ചെറിയൊരു കളറും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ ലിപ് ബാം ഇട്ടു. നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കായിരുന്നു, ഇതും അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇതത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം ഒരു 2-3 നൈറ്റി തയ്ച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോഴത്തെ ഫ്രോക്ക് മോഡൽ നൈറ്റി പോലെ തയ്ച്ചിട്ടാണ് വന്നത്. അതിലൊരെണ്ണമാണ് കേട്ടോ ഇത് നമ്മുടെ സാധാരണ നൈറ്റി തുണിയാണ്. അതിലിങ്ങനെ ഈ വൈറ്റ് കളറുള്ള ഹക്കോബയുടെ മെറ്റീരിയൽ വെച്ചിട്ട് ചേച്ചി തയ്ച്ച് തന്നതാണ് കേട്ടോ, അടിയിലിങ്ങനെ ഫ്രില്ലൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേന് കാപ്പിക്ക് അവൽ നനയ്ക്കാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതുപോലെ കൊത്തിയെടുത്തിട്ട്, ഇവിടുത്തെ തേങ്ങ കുഞ്ഞി തേങ്ങയാണ് കേട്ടോ, കുറേ ചകിരിയും ചിരട്ടയിൽ കുറച്ച് തേങ്ങ കാണും കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനിതുപോലെ കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശർക്കര. അപ്പോൾ ശർക്കരയെ ഒന്ന് ചീകിയെടുക്കുന്നുണ്ട്. ശർക്കരയും തേങ്ങയും പിന്നെ കുറച്ച് ഏലക്കായും ജീരകവും കൂടെ വറുത്ത് പൊടിച്ചിട്ടിട്ട് കുറച്ച് ചൂടുപാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അവൽ നനച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ചായക്ക് അവൽ നനച്ചതാണ് കേട്ടോ. അവൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ ശർക്കരയ്ക്ക് ഭയങ്കര കട്ടിയാണ് കേട്ടോ, ബലം പിടിച്ചാണ് ഞാനിങ്ങനെ ചീകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര സോഫ്റ്റ് അല്ല. പിന്നെ കുറച്ച് ചൂടുപാലും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി കേട്ടോ. അങ്ങനെ അവലൊക്കെ നനച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറും കറിയൊക്കെ രാവിലെ വെച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തോരൻ കറിയൊക്കെ വെച്ചായിരുന്നല്ലോ. പിന്നെ എന്തൊക്കെയോ കറികൾ ഇരിപ്പുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് വായിക്കാനുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിവാങ്കുഞ്ഞും കൂടെ ഒരുമിച്ചിരുന്നാണ് കേട്ടോ എഴുതിയത്. അവനാണെങ്കിൽ ഒരു സ്കെച്ച് പെനും കൈ കൊടുത്തിട്ട് അവനവിടെ ഇരുന്ന് നല്ല എഴുത്താണ്, പക്ഷേ കയ്യിലെല്ലാം നിറച്ച് കുത്തി വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആളിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ മടുത്തു, എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നെ നിവാങ്കുഞ്ഞിനെ ഞാൻ കിടത്തി ഉറക്കി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം, നമ്മൾ ചോറൊക്കെ ഉണ്ടാകും, കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതുകൂടെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട്
പിന്നെ എനിക്ക് കുറച്ച് വായിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.